എല്ലാവർക്കും നേത്യാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കറി ഐറ്റമാണ് കേട്ടോ ചെയ്യുന്നത്. ടൊമാറ്റോ കൊണ്ടുള്ളൊരു ചട്നിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഈ എണ്ണയിലിട്ട് ഉലുവയും പച്ച മല്ലിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും പച്ചമുളകും, ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുക്കുന്നത്. ഞാൻ ഒരു തക്കാളിയാണ് കേട്ടോ ചട്നി ഉണ്ടാക്കി എടുക്കുന്നത്. അതിൻ്റെ ഒരു പച്ചമുളകും 2 വറ്റൽമുളകും കൂടിയിട്ടൊന്ന് കടുക് വറുക്കാം. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ കറിയുടെ മസാല എന്ന് പറയുന്നത്. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് അതേ ചീനിച്ചട്ടിയിലേക്ക്, ഞാനിവിടെ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്തിട്ടില്ല, അതേ ചീനിച്ചട്ടിയിലേക്ക് ബാക്കിയിരിക്കുന്ന ആ എണ്ണയിലേക്ക് നമുക്ക് ഒരു തക്കാളി കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് വരണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമുക്ക് നേരത്തെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ആ കൂട്ടില്ലേ അതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്നതിന് മുൻപ് 3 വെളുത്തുള്ളിയും ഒരു ഇത്തിരി ജീരകപ്പൊടിയോട് ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. ജീരകം പൊടിച്ചതില്ലെങ്കിൽ അല്ലാതെ ഉള്ള ജീരകമായിട്ട് തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ തക്കാളി ഇപ്പോൾ നന്നായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനൊരു 3 to 4 മിനിറ്റ്സേ കുക്ക് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ മസാല പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കൊച്ചുള്ളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നേരത്തെ ആ തക്കാളി വരട്ടി വെച്ചിരുന്നതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. എന്നിട്ടൊന്ന് കടുക് വറുക്കണം. അപ്പോഴേക്കും നമ്മളെ കറി റെഡിയാവും. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊച്ചുള്ളിയാണ് ചേർക്കേണ്ടത്. അല്ലാതെ സവാള ഇട്ടാൽ നമ്മളുടെ കറിക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. ഇത് കടുക് വറുക്കാനായിട്ട് നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായപ്പോഴേക്കും ഞാനതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വറ്റൽമുളക് കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ തക്കാളി അരച്ച് വെച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കാം. ഒരുപാട് വെള്ളം ആവരുത്, കാരണം നമ്മൾ തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ചട്നിയല്ലേ. അപ്പോൾ ഇതിനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനൊപ്പം ആയാലും വളരെ നല്ലൊരു കറിയാണ്. എരിവും പുളിപ്പും എല്ലാം കൂടി ചേർന്നൊരു മിക്സഡ് ഫ്ലേവേർഡ് കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു.